എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാലട പ്രഥമൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ പാലടയാണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാരണ പാലും പഞ്ചസാരയും ഒഴിച്ച് ഉണ്ടാക്കുന്ന അടയാണ്. ഞാനിത് ശർക്കരയും തേങ്ങാപ്പാലും ചേർത്ത് സാധാരണ അടപ്രഥമൻ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കണം. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇതിപ്പോൾ 3/4 കപ്പ് അടയുണ്ട്. അതേ അളവിനുള്ള ഒരു കപ്പിൽ 3 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. 3 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. ഇനി ഇതിന് ആവശ്യമുള്ളത് 3 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 3 തേങ്ങ തിരുകി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 3 തേങ്ങയാണ് ഇതിന് വേണ്ടത്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ 1/4 പാലും 2/2 പാലും എടുക്കണം. 1/4 പാല് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് എടുത്താൽ മതിയാവും. അടയെടുത്ത ആ കപ്പിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 1/4 പാല് എടുത്ത് മാറ്റി വയ്ക്കുക. 2/2 പാല് 3 കപ്പ് വെള്ളം എടുക്കാം. ഇനി നല്ലപോലെ തിളച്ച വെള്ളത്തിലേക്ക് അട ഇട്ട് കൊടുക്കുക. അട നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നില്ല. ഇപ്പോൾ അട നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അട കയ്യിലെടുത്ത് ഒന്നിങ്ങനെ പിതുക്കി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലപോലെ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. 1 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് മൊത്തം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1/2 ബൗള് ചൗവരി എടുത്തത് കഴുകി വെച്ചതാണ്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് വെന്ത് കുറുകി ചൗവരിയെല്ലാം വെന്ത് കിട്ടണം. നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. അടിയിൽ പിടിക്കാതെ നോക്കണം. ഇപ്പോൾ നന്നായിട്ട് കുറുകി ചൗവരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2/2 പാല് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പകുതി പാല് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി നല്ലപോലെ ഇളക്കിയതിന് ശേഷം 2/2 പാലും മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണം. ഇപ്പോഴത്തേക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിപ്പഴവും വറുക്കാനിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഏലക്കായും ചുക്കും ജീരകവും കൂടി ചെറുജീരകവും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കാം. 1/4 പാല് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് പത വരുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ആക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ആ ടേസ്റ്റ് പോവും. 1/4 പാല് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്.
നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ലപോലെ ഇളക്കി പത വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച കാഷ്യൂനട്ടും മുന്തിരിപ്പഴവും ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടപ്പായസമാണിത്. പെട്ടെന്ന് ചെയ്യാനും പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.